بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലപ്പുറം ആദർശ സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകൾ ഉന്നയിച്ചിട്ടുള്ള വെല്ലുവിളി വഹാബി കൂടാരത്തിൽ തെല്ലൊന്നുമല്ല പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്നത്. അണികളെപ്പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മൗലവിമാർ, അണികൾ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുന്ന മൗലവിമാർ, അള്ളാഹുവിന് അവയവമുണ്ടെന്ന വാദം ഞങ്ങളുടെ വാദമല്ല, കേവലം മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെയും മടവൂരി വിഭാഗത്തിൻ്റെത് മാത്രമാണെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ച മൗലവിമാരെ കൂടുതൽ മുറുക്കി കെട്ടിയപ്പോൾ സാക്ഷാൽ ഹുസൈൻ സലഫി തന്നെ നാദാപുരത്ത് വെച്ച് അള്ളാഹുവിന് ചന്തിയുണ്ടെന്നും അള്ളാഹുവിന് കൈയുണ്ടെന്നും അള്ളാഹുവിന് കാലുണ്ടെന്നും അള്ളാഹുവിന് മറ്റു പല അവയവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ ക്ലിപ്പുകൾ പേരോട് ഉസ്താദ് തുറന്നു കാട്ടിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ആ വെല്ലുവിളിക്ക് മുമ്പിൽ പകച്ചുപോയ വഹാബികൾ, പ്രത്യേകിച്ച് ഹുസൈൻ സലഫിയും ഫൈസൽ മൗലവിയും നിസാരമായ കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങി വിഷയം മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാദാപുരം എന്നുള്ളിടത്താണോ അസലായി, അല്ല വേറെ എവിടെയെങ്കിലും ആണോ അസലായി എന്ന് പറഞ്ഞുകൊണ്ട് തടിയൂരാൻ ശ്രമിക്കുന്ന ഹുസൈൻ സലഫിയുടെ ദയനീയമായ ക്ലിപ്പാണ് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുള്ള കുഫറിന്റെ വാദങ്ങൾ ഓരോന്നോരോന്നായി തുറന്നു കാട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് ക മ എന്നൊരക്ഷരം മിണ്ടാൻ കഴിയാതെ, അണികളെപ്പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ വിഷമിച്ച ഹുസൈൻ സലഫി വിഷയം മാറ്റാനുള്ള ശ്രമമാണ്, അതും വളരെ വില കുറഞ്ഞ ആരോപണങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നത് എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ ഒന്നാലോചിച്ചു നോക്കിയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വെല്ലുവിളിച്ച ആ വെല്ലുവിളിയും ഹുസൈൻ സലഫി പറഞ്ഞ കുഫറിന്റെ വാദവും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫൈസൽ മൗലവിയും ഹുസൈൻ മൗലവിയും തമ്മിലുള്ള സംവാദം എന്ന ക്ലിപ്പ് നിങ്ങൾ തൊട്ട് താഴത്ത് തന്നെ നോക്കിയാൽ അത് കാണാവുന്നതാണ്. അടിസ്ഥാനപരമായ ഈ കുഫറിന്റെ വാദം ജനങ്ങൾ തിരിച്ചറിയുമോ? വഹാബിസം ഷിർക്കിന്റെയും കുഫറിന്റെയും വാദമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞ് വഹാബിസം വലിച്ചെറിയുമോ എന്ന് പേടിക്കുന്ന ഹുസൈൻ സലഫി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മുദബ്ബിറുൽ അംർ ഖുതുബുൽ ആലം എന്ന വിഷയത്തിൽ കടിച്ചു തൂങ്ങാനാണ്. അത് പണ്ട് മുതൽക്ക് തന്നെ ഹുസൈൻ സലഫിയുടെ തലതൊട്ടപ്പനായ ഇബ്നു തൈമിയയുടെയും കെ മൗലവിയുടെയൊക്കെ ലേഖനങ്ങളും കിതാബുകളും ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹുസൈൻ സലഫി. അതൊക്കെ കേട്ടിട്ടും കേൾക്കാതെ നടിച്ച് അതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ വിറങ്ങലിച്ചു പോയ അനുഭവം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കുമറിയാം, നിങ്ങൾക്കുമറിയാം. അണികളെ സുഖിപ്പിക്കാൻ വേണ്ടി, പിടിച്ചു നിർത്താൻ വേണ്ടി, അണികൾ സത്യം തിരിച്ചറിയുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മറുപടി നന്നായി കിട്ടിയിട്ടുള്ള ആ പഴയ പല്ലവി തന്നെ വീണ്ടും എടുത്തുകൊണ്ടുവരികയാണ്. എന്നാൽ ഹുസൈൻ സലഫിയോട് ഞാൻ ചോദിക്കട്ടെ, മുദബ്ബിറുൽ അംർ എന്ന വിഷയത്തിലും ഖുതുബുൽ ആലം എന്ന വിഷയത്തിലും കാന്തപുരം ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും വിശ്വാസം ഒന്നാണോ എന്ന് ചോദിച്ചല്ലോ. അതൊന്നാണ് എന്ന് തന്നെ പേരോട് ഉസ്താദും അതുപോലെയുള്ള പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉള്ളവനും അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കേട്ടു പഠിക്കൂ ഹുസൈൻ സലഫി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത് പട്ടർകുളത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ നേതാവായിട്ടുള്ള വിഷ്ടം ജിന്നു പൂജകനായിട്ടുള്ള ഫൈസൽ ജിന്നാനന്ദ സ്വാമിജി അവർകൾ, താങ്കളുടെയും നേതാവല്ലേ ഹുസൈൻ സലഫി? താങ്കളും വിട്ടം ജിന്നൂരി വിഭാഗത്തിൽപ്പെട്ടയാളല്ലേ? അയാൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, നിങ്ങൾ അതിനെ സംബന്ധിച്ച് മറുപടി പറയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് ജാതി, ഏത് മതത്തിൽപ്പെട്ടവനും ഏത് വിശ്വാസവുമായി പോകുന്നവനും ഇസ്ലാമിനെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ അവൻ പ്രഖ്യാപിക്കേണ്ട ഒന്നാമത്തെ പ്രഖ്യാപനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ലാഹുവല്ലാതെ ഇലാഹായി ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവല്ലാതെ സ്വയം കഴിവുള്ളവനില്ല എന്നല്ല, അല്ലാഹുവല്ലാതെ സൃഷ്ടിച്ചവനില്ല എന്നല്ല, അല്ലാഹുവല്ലാതെ ലോകത്തിന്റെ നിയന്ത്രണമേൽക്കുന്നവനില്ല എന്നല്ല, നേരെ മറിച്ച് ലാ ഇലാഹ, ഇലാഹായിട്ടുള്ളവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഇലാഹിന് നൽകേണ്ടതെല്ലാം ഇലാഹിന് മാത്രം. ഹുസൈൻ സലഫി ഫൈസൽ മൗലവി പറഞ്ഞിട്ടുള്ളത്, ഒരാൾ മുസ്ലിം ആവാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ മതി. അല്ലാഹു ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നല്ല വിശ്വസിക്കേണ്ടത്, അല്ലാഹു ആണ് ലോകം സൃഷ്ടിച്ചത് എന്നല്ല വിശ്വസിക്കേണ്ടത്, അല്ലാഹുവിനാണ് സ്വയം കഴിവുള്ളത് എന്നല്ല വിശ്വസിക്കേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം നടത്തിയാൽ മതി. എന്നാൽ ഒരാൾ മുസ്ലിം ആകുമെന്നാണ് ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു സ്വയം കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കാതെ, അല്ലാഹു ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കാതെ, അല്ലാഹു ആണ് ലോകം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ ഒരാൾ മുസ്ലിമാകുമെന്ന വിശ്വാസം ഹുസൈൻ സലഫിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഫൈസൽ മൗലവി മുസ്ലിമാണോ അല്ലേ എന്ന് പറയണം. അത് പറഞ്ഞതിന് ശേഷം ഫൈസൽ മൗലവി പറഞ്ഞിട്ടുള്ള എന്താണ്? അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹ്ക്ക് കൊടുക്കണം, അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അള്ളാഹ്ക്ക് നൽകേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വാസം ഹുസൈൻ സലഫിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഫൈസൽ മൗലവി മുസ്ലിമാണോ തുറന്നു പറയണം. നിങ്ങൾ കാന്തപുരം ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും ആ കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ നേരെയാവണ്ടേ, നിങ്ങൾ നന്നാവണ്ടേ. ഖാദിർ എന്ന സിഫത്ത് അള്ളാഹുവിന്റെ സിഫത്താണെന്ന് അറിയാത്തവർ ആരുമില്ല. ജിന്ന് ഖാദിറാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, ജിന്ന് ഖാദിറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് 2012 ശേഷം വിട്ടൻജിന്നൂരി വിഭാഗമായ ഫൈസൽ മൗലവി അടക്കമുള്ള, ഹുസൈൻ സലഫി അടക്കമുള്ള, ജബ്ബാർ മൗലവി അടക്കമുള്ള ആളുകളാണ് പറഞ്ഞിട്ടുള്ളത്. ജിന്നാണ് ഖാദിർ, അള്ളാഹു ഖാദിറല്ല. അള്ളാഹുവിന്റെ ഖാദിർ എന്ന സിഫത്ത് ജിന്നിന് പകവച്ചു കൊടുത്തു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഫൈസൽ മൗലവി നടത്തിയിട്ടുള്ളത്. ഈ ശിർക്കൻ വാദം, ഈ ശിർക്കൻ വിശ്വാസം ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ? ഹുസൈൻ സലഫി മറുപടി പറയണം. ഇങ്ങനെ വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിമാകുമെന്ന് ഇസ്ലാമിന്റെ ഏത് പ്രമാണത്തിലാണുള്ളത്? കാണിച്ചു തരാൻ 100 വട്ടം വെല്ലുവിളിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞത് തെളിയിക്കാൻ പേരോട് ഉസ്താദ് ആവശ്യമില്ല. പേരോട് ഉസ്താദിന്റെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരുമായ ഒരുപാട് മുതഅല്ലിമീങ്ങൾ കേരളത്തിലുണ്ട്. അവർ മതി നിങ്ങളുമായി ഏറ്റുമുട്ടാൻ, ഈ വിനീതനായ എന്നോട് സംവദിക്കാൻ. ഹുസൈൻ സലഫിക്കോ ഫൈസൽ മൗലവിക്കോ ധൈര്യമുണ്ടോ? പിന്നെയല്ലേ അമ്മികൊത്തണോ അമ്മികൊത്തണോ എന്ന് ചോദിച്ചുകൊണ്ട് പേരോട് ഉസ്താദിന്റെ അടുത്തേക്ക് പോകൽ. പേരോട് ഉസ്താദൊന്നും ആവശ്യമില്ല, അവരൊക്കെ വിശ്രമിക്കട്ടെ, ഞങ്ങൾ മതി, ഞങ്ങൾ നേരിട്ട് കൊള്ളാം നിങ്ങളെ. ധൈര്യമുണ്ടോ? ഫൈസൽ മൗലവിയുടെ ഈ വികലമായ ശിർക്കൻ വാദം, അത് ശിർക്കൻ വാദമാണെന്ന് തെളിയിക്കാൻ ഈ ഉള്ളവൻ തയ്യാറാണ്. ഫൈസൽ മൗലവിയോ ഹുസൈൻ സലഫിയോ തയ്യാറുണ്ടോ എന്റെ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.